ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് കായംകുളം കട്ടച്ചിറ പരിസര പ്രദേശങ്ങളിൽ ക്ഷേത്രമോഷണങ്ങൾ വ്യാപകമായിരുന്ന കാലം. ഒരു രാത്രിയിൽ ആ കള്ളന്റെ കണ്ണ് മുട്ടക്കുളത്തമ്മയുടെ ക്ഷേത്രത്തിലേക്കും പതിച്ചു. നാലമ്പലം കുത്തിത്തുറന്ന് അകത്ത് കയറിയ അവൻ കാണിക്കവഞ്ചിയിലെ പണവും വഴിപാടുകളും എടുത്തു. അവസാനം ശ്രീകോവിലിൽ കയറി അമ്മയ്ക്ക് നിത്യമായി ചാർത്തിയിരുന്ന സ്വർണമാലയും മോഷ്ടിച്ചു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിൽ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട മേൽശാന്തി ഞെട്ടി. ക്ഷേത്രത്തിൽ മോഷണം നടന്ന വാർത്ത പടർന്നു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ ക്ഷേത്രത്തിലെത്തി. മോഷണം പോയ മാലയോട് സാമ്യമുള്ള മറ്റൊരു സ്വർണമാല അമ്മയ്ക്ക് സമർപ്പിച്ചു. പിന്നീടൊരു ദിവസം ദേവസ്വം പ്രസിഡന്റിന്റെ ഫോണിലേക്ക് ഒരു വിളി വന്നു. മറുവശത്തൊരാൾ പറഞ്ഞു, മോഷണം നടത്തിയത് ഞാനാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് സമാധാനമില്ല. ഉറങ്ങുമ്പോഴൊക്കെ ആരോ എന്റെ മാല തിരികെ തന്നേക്കൂ എന്ന് പറയുന്നത് പോലെ തോന്നുന്നു. ഞാൻ ചെയ്ത തെറ്റാണ് എന്നെ വേട്ടയാടുന്നത്. അവസാനം അയാൾ തിരിച്ചറിഞ്ഞു, അത് വെറും ഭയമല്ലെന്ന്. മുട്ടക്കുളത്തമ്മ തന്നെയാണ് തന്റെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നത് എന്ന്. തുടർന്ന് അയാൾ ക്ഷേത്രത്തിലെത്തി പലതവണ തലകുനിച്ച് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച മാല തിരികെ നൽകാൻ കഴിയാത്തതിനാൽ അതേ തൂക്കത്തിലും രൂപത്തിലുമുള്ള മറ്റൊരു സ്വർണമാല അമ്മയ്ക്ക് സമർപ്പിച്ചു. അതിനുശേഷം അയാൾക്ക് മനസ്സമാധാനം തിരികെ ലഭിച്ചു. മുട്ടക്കുളത്തമ്മ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നവനെ കൈവിടില്ല.